റമദാൻ വിട പറയാനൊരുങ്ങുന്നു. പ്രവാചകരും അനുചരന്മാരും അരയും തലയും മുറുക്കി ആരാധനയിൽ മുഴുകുന്ന അവസാന ദിനങ്ങൾ. ഖുർആൻ പാരായണങ്ങളും പ്രാർത്ഥനകളും ദീർഘനേരം നീണ്ടുനിൽക്കുന്ന സുജൂദുകളുമായി പള്ളികളിൽ ഇഅ്തികാഫിരുന്നിരുന്ന ആ പുണ്യദിനങ്ങൾ. ഇന്നോ പള്ളികൾ വിജനമാവുകയാണ്. ബസ്സുകളിൽ ശ്വാസം തേടുന്ന കണ്ണുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. ടെക്സ്റ്റൈൽസ് സമുച്ചയത്തിനു മുന്നിൽ ഊഴം കാത്തു നിൽക്കുന്ന കുടുംബങ്ങൾ. ഈദ് വരാനായെന്ന് മാസങ്ങൾക്ക് മുന്നേ അറിഞ്ഞിട്ടും അവസാന പത്തിൽ പുതിയ ട്രെൻഡ് വസ്ത്രങ്ങളുടെ വരവിനായി കാത്തു നിൽക്കുന്നവർ. ഇനിയും ആളുകൾ ഈ രാവ് കൊതിക്കാത്തതെന്തേ? റമദാൻ ഉപയോഗപ്പെടുത്തിയ ചിലരുണ്ട്. അവരുടെ പാദങ്ങൾ മിനാരം ലക്ഷ്യം വെച്ച് നടക്കുകയാണ്. ചുറ്റുമുള്ള കാഴ്ചകളല്ല, പുണ്യത്തിന്റെ കാലടിപ്പാടുകളും കൊഴിഞ്ഞുപോകുന്ന പാപങ്ങളും ഓർത്ത് അവരുടെ മനസ്സുകളിൽ പ്രതീക്ഷയുടെ നാമ്പുകൾ തളിരിടുന്നു. പള്ളിക്കവാടം തുറന്നു കിടക്കുന്നുണ്ട്. ആദ്യ പത്തിലെ ആളാരവും ഇപ്പോൾ തീരെയില്ല. മറ്റുള്ളവരെ ഓർത്ത് വിഷമം തോന്നിയെങ്കിലും വിട പറയുന്ന റമദാൻ അതിലേറെ ദുഃഖം സമ്മാനിക്കുമെന്ന ബോധ്യത്താൽ ആരാധനക്കായി സമയം കണ്ടെത്താൻ അവർ തയ്യാറായി. പള്ളിയിൽ പതിവിലേറെ സുഗന്ധമുള്ളതുപോലെ 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമായ ആ രാവ് ഈ അവസാന പത്തുകളിലാണല്ലോ. വിശുദ്ധ ഖുർആൻ അവതീർണമായതും ഈ പുണ്യരാവിൽ തന്നെ. നമസ്കാരങ്ങളിൽ നിത്യമെന്നോണം ഓതുന്ന സൂറത്ത് അവരുടെ ഹൃദയത്തെ ഉണർത്തി. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ